ശാന്തി. ഞാൻ എൻ്റെ മൂന്നാം നേത്രത്തിലൂടെ സ്വയം തന്നെ കാണുന്നു. ഞാൻ ശാന്തമാണ്. എൻ്റെ ശരീരം റിലാക്സ്ഡ് ആണ്. എൻ്റെ ശ്വാസം സ്വാഭാവികമാണ്, സമാധാനപരമാണ്. ഞാൻ ആത്മാ ഒരു ജ്യോതി ബിന്ദുവായി ഈ ശരീരത്തിൽ ഭ്രുകുടി മധ്യത്തിൽ തിളങ്ങുന്നു. ഞാനൊരു ദിവ്യശക്തിയാണ്. എൻ്റെ യഥാർത്ഥമായ തിരിച്ചറിവ് ഞാൻ ഓർക്കുകയാണ്. ഞാൻ ശാന്തിയുടെ സാന്നിധ്യം, വിശുദ്ധിയുടെ സാന്നിധ്യം, സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ്. ഞാൻ ആത്മീയ സാൽവേഷൻ ആർമിയിലെ അംഗമാണ്. ആത്മീയത എന്നാൽ ആത്മാവിനെ സംബന്ധിച്ചതാണ്. ശരീരബോധത്തിൽ നിന്നും ഉപരിയായി ഞാൻ ആത്മാഭിമാനിയായിരിക്കുന്നു. സാൽവേഷൻ എന്നാൽ മോചനമാണ്. ഞാൻ ദുഃഖത്തിൽ നിന്നും മോചനം, ഭയത്തിൽ നിന്നും മോചനം, നെഗറ്റിവിറ്റിയിൽ നിന്നും മോചനം പ്രാപ്തി ചെയ്യുന്നു. ആർമി എന്നാൽ ആത്മീയ യോദ്ധാക്കളുടെ കൂട്ടായ്മയാണ്. പ്രകാശത്തിൻ്റെയും സത്യത്തിൻ്റെയും സൈന്യമാണ്. ഞാൻ ആത്മീയ യോദ്ധാവാണ്. മനുഷ്യരോടല്ല എൻ്റെ യുദ്ധം. ഞാൻ സ്വന്തം ദൗർബല്യങ്ങളോട് യുദ്ധം ചെയ്യുന്നു. കോപം, അഹങ്കാരം, അസൂയ, ഭയം എന്നിവയോട് യുദ്ധം ചെയ്ത് ജയിക്കുന്നു. ഞാനിപ്പോൾ മനസ്സിൽ ഒരു സൂക്ഷ്മ സംഗമം കാണുന്നു. എല്ലാ പ്രകാശബിന്ദു ആത്മാക്കളും ഒരു ലക്ഷ്യത്തോടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. ഞാൻ ആത്മാ ഈ ശരീരത്തിൽ നിന്നും മനസ്സും ബുദ്ധിയും കൊണ്ട് വേർപെട്ട് ഭൗതിക ലോകം വിട്ട് സ്വർണപ്രകാശ ലോകത്തേക്ക്, പരമധാമത്തിലേക്ക് ഉയരുകയാണ്. പരമാത്മാ ശിവബാബയുടെ സമീപം ഞാൻ അനുഭവം ചെയ്യുന്നു. ബാബ ആത്മീയ സാൽവേഷൻ ആർമിയുടെ സുപ്രീം കമാൻഡറാണ്. ശാന്തിയുടെ, സ്നേഹത്തിൻ്റെ, ശക്തിയുടെ സാഗരത്തിൽ ഞാൻ ലയിച്ചിരിക്കുന്നു. ബാബയിൽ നിന്നും തേജസ്വി ദിവ്യ കിരണങ്ങൾ എന്നിലേക്കൊഴുകുകയാണ്. എൻ്റെ മനസ്സ് ശുദ്ധമാകുന്നു. ബുദ്ധി ശക്തിശാലിയാകുന്നു, പവിത്രമാകുന്നു. ഞാൻ ആത്മാ റീചാർജ് ആകുന്നു. ഞാനിപ്പോൾ ഒരാത്മീയ
സൈനികനായി സ്ഥൂല ലോകത്തേക്ക് തിരിച്ചിറങ്ങുകയാണ്. ശക്തിയുടെയും സത്യത്തിൻ്റെയും കരുണയുടെയും സൈനികനാകുന്നു. ശാന്തി, മധുരമായ വാക്കുകൾ, ശുഭചിന്തകൾ, ക്ഷമ എല്ലാം എൻ്റെ ആയുധങ്ങളാണ്. സംഘർഷമുള്ളിടത്ത് ഞാൻ ശാന്തി പരത്തുന്നു. ദുഃഖമുള്ളിടത്ത് പ്രത്യാശ പകരുന്നു. ഇരുട്ടുള്ളിടത്ത് പ്രകാശം പകരുന്നു. ഇതാണ് യഥാർത്ഥ ആത്മീയ സേവനം. ഞാൻ ആത്മീയ സാൽവേഷൻ ആർമിയിലാണ്. യോഗ ബലത്തിലൂടെ ആത്മാക്കളെ മോചിപ്പിക്കാൻ സഹായിക്കുന്നു. ഉയർന്ന ചിന്തകൾ, ശുദ്ധ ദൃഷ്ടി മറ്റുള്ളവരിലൂടെ നല്ലതിനെ ഇമോർജാക്കുന്നു. ഞാൻ ആത്മീയ യോദ്ധാവാണ്. ഞാൻ ലോക പരിവർത്തനത്തിന് നിമിത്തമാണ്. സ്വർണപ്രകാശം ലോകമെമ്പാടും പകർന്നുകൊണ്ടിരിക്കുന്നു. നിശബ്ദതയിലൂടെ, ഉയർന്ന ബോധത്തിലൂടെ ഞാൻ സേവനം ചെയ്യുന്നു. ഞാൻ സത്യമായ സാൽവേഷൻ ആർമിയായി എല്ലാവരെയും പാപത്തിന്റെ ലോകത്തിൽ നിന്നും പുണ്യത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. എല്ലാവരുടെയും മുങ്ങിപ്പോയ തോണി അക്കരെ എത്തിക്കുന്നു. പതിത പാവനനായ ബാബ സ്വർഗത്തിന്റെ സമ്പത്ത് നൽകുന്നു. നിശ്ചയമുള്ളവർ പാവനമായി മാറാനുള്ള പുരുഷാർത്ഥത്തിൽ മുഴുകുന്നു. ഈശ്വരനാകുന്ന അച്ഛൻ ജ്ഞാനവും യോഗവും പഠിപ്പിക്കുന്നു. നിരാകാരനായ അച്ഛനാണ് പഠിപ്പിക്കുന്നത്. അച്ഛന്റെ സ്നേഹപൂർണമായ സംബന്ധം ഞാൻ അനുഭവിക്കുന്നു. സത്യമായ സംഘം ഉയർത്തും, അസത്യമായ സംഘം മുക്കിത്താഴ്ത്തും. ബാബ പറയുന്നു, നിങ്ങൾ കുട്ടികളാണ് ആത്മീയമായ മുക്തി സൈന്യം. സ്വർഗമായിരുന്ന ഭാരതം നരകമായി. ഞാൻ സതോ പ്രധാന അവസ്ഥയിൽ നിന്നും തമോ പ്രധാനമായി പുനർജന്മങ്ങളെടുത്ത് വീണ്ടും 84 ജന്മങ്ങൾ അനുഭവിക്കണം. ഞാൻ ആത്മീയ യാത്ര പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പാണ്ഡവ സൈന്യമെന്ന് പറയുന്നു. അഹിംസയാണ് എൻ്റെ പരമമായ ധർമ്മം. ഇവിടെ സെക്കൻഡിൽ ബാബ മുക്തി ജീവിതം നൽകുന്നു. എൻ്റെ ഈ നാടകം പൂർത്തിയായി. എൻ്റെ ഓർമ്മ ഞാൻ ബുദ്ധിയിൽ വെക്കുന്നു. തിരിച്ചു പോകണം. അതിനാൽ ഞാൻ അച്ഛനെയും വീടിനെയും ഓർമ്മിക്കുന്നു. ബാബ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നു.
ഓർമ്മയിലൂടെ മാത്രമേ സ്കോളർഷിപ്പ് നേടാനുള്ള അധികാരിയാകാൻ സാധിക്കുള്ളൂ. സത്യമായ വഴികാട്ടിയായി എല്ലാവരെയും ആത്മീയ യാത്ര ചെയ്യിപ്പിക്കുന്നു. ഏതൊരു പ്രകാരത്തിലുള്ള ഹിംസയും ഒഴിവാക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ലൈറ്റ് ഹൗസിന്റെ സ്ഥിതിയിലൂടെ പാപകർമ്മങ്ങളെ സമാപ്തമാക്കുന്ന പുണ്യാത്മാവാകുന്നു. സദാ ലൈറ്റ് ഹൗസ് സ്ഥിതിയിൽ കഴിയുന്നു. ഞാൻ ദൃഢസങ്കല്പം ചെയ്യുന്നു, ഞാൻ പുണ്യാത്മാവാണ്. പാപത്തിന് എൻ്റെ മുന്നിലേക്ക് വരാൻ സാധിക്കില്ല. സ്വപ്നത്തിലോ സങ്കല്പത്തിൽ പോലും പാപത്തെ വരാൻ അനുവദിക്കില്ല. ഓരോ ദൃശ്യത്തെയും സാക്ഷിയായി കാണുന്നവർ തന്നെയാണ് സദാ ഹർഷിതമായിരിക്കുന്നത്. ഓം ശാന്തി.